പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജൂലൈ 3 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളം ഇളകി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദിനമാണ്. നമ്മൾ തോമാശ്ലീഹായുടെ, നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ, ഭാരത അപ്പസ്തോലനായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന ദിനം. അതിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. തോമായുടെ മക്കൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ആ അപ്പൻ്റെ ഉജ്ജ്വലമായ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം എന്ന് പറയുന്ന തീവ്രമായ രക്തസാക്ഷ്യത്തിനുള്ള വിളി നമ്മുടെ ജീവിതത്തിൽ തുടരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാം. അത് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. നമ്മുടെ സഭയിൽ നിന്ന് എത്രമാത്രം 10,000 സമർപ്പിതരും വൈദികരും സന്യാസികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യാനിടയായിട്ടുള്ളത്. നമുക്ക് നന്മയുടെ അനുസ്മരിക്കാവുന്നൊരു കാര്യമാണ്. ഇത് പറയുമ്പോഴാണ് ഓർത്തോണ എന്ന സ്ഥലത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾ വൈദികർ സന്ദർശനാർത്ഥം പോയി. ഓർത്തോണ ഇറ്റലിയിലാണ്. അവിടെ ആ തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന ദേവാലയത്തിൽ ഒരു കുർബാനയെല്ലാം പോയതാണ്. ഞങ്ങളൊക്കെ ഈ കുർബാനയ്ക്ക് സിറോ മലബാർ സഭയുടെ തോമാശ്ലീഹായുടെ അച്ഛന്മാരെന്നാണ് അവർ പറഞ്ഞത്. അവിടെയുള്ള ആൾക്കാരോട് അതിന് തലേദിവസം അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞു വെച്ചതാണ്, തോമാശ്ലീഹായുടെ മക്കളായ വൈദികർ വരുന്നു. സെൻറ്റ് തോമസ് ചർച്ചാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ജനം ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ആ കുർബാന സിറോ മലബാർ സഭയുടെ കുർബാന മലയാളത്തിൽ തന്നെ അർപ്പിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാ 8-10 വൈദികരായിട്ടുണ്ടായത് ഓരോരുത്തരും വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവിടെ ഒരു സന്തോഷം കാണാമായിരുന്നു. കാരണം തോമാശ്ലീഹായുടെ മക്കൾ ഇവിടെ വന്നിരിക്കുന്നു. അപ്പം അതൊക്കെ അത്ര വലിയ ഭയങ്കര, അതായത് തോമാശ്ലീഹായെ കണ്ട പോലെയുള്ള ഒരു അനുഭവമായിരുന്നു ആ ദിവസത്തിൽ ഞങ്ങൾക്കും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ മാത്രം നിൽക്കുന്ന ഒരു വിചാരമല്ല. സാർവത്രിക സഭ ജൂലൈ 3 എന്ന് പറയുന്നത് സഭയിൽ ഈ ദുക്രാന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഓർമ്മിക്കുക, ഓർമ്മയാണ്. അപ്പോൾ നമ്മൾ കാർന്നോമാർ പണ്ട് പറഞ്ഞ് ദുക്രാന പറഞ്ഞ് തോറാന എന്നാക്കി. അവർ പറയുമ്പോൾ പെട്ടെന്ന് തോറാനയ്ക്ക് തോരാത്ത മഴ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ മഴയുള്ള ദിവസമാണത്. എന്നാലും തോറാന അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക. നമ്മൾ പിതാക്കന്മാരെ ഓർമ്മിക്കണം. പ്രത്യേകിച്ച് എല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ദിനം കൂടിയാണ്. ജൂലൈ 3 കടവുള്ള ദിവസമാണെന്ന് പറഞ്ഞ് കട്ടിച്ച് അവിടെ പോയി കുർബാന കൊണ്ട് പോന്നാൽ പോരാ. നമുക്കൊരു സ്വത്വബോധമുണ്ടാകേണ്ട ദിനമാണ്. നമ്മളാരാണ്, നമ്മളിൽ എന്താണ് ഈശോ പ്രവർത്തിക്കുന്നത്, നമ്മളുടെ റൂട്ട് എന്താണ്, ഇതൊക്കെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു ദിനമാണത്. അതുകൊണ്ട് തോമസ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഭയങ്കരമായ വലിയ ഒരു പ്രസക്തിയുണ്ട് സഭയിലെന്ന കാര്യം. ഇത് സാർവത്രിക സഭ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സ്വന്തം രൂപതകളും ഇടവുകളും ഒക്കെ സ്ഥാപിക്കാനിടയായിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പണ്ട് നമ്മൾ കേരളത്തിൽ നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പ്രത്യേക കൊളോണിയൽ പീരീഡിൽ കേരളത്തിന് പുറത്തേക്ക് സുവിശേഷം പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ലത്തീൻ സഭയുടെ അംഗമാകണമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ലത്തീൻ സഭയിൽ ധാരാളം വൈദികർ സന്യാസികൾ പെടാനിടയായിരുന്നു. വിവിധ അങ്ങനെയല്ലോ. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇടവകൾ സ്ഥാപിക്കാനും മിഷണറി പ്രവർത്തനം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ സഭയാണ്. അപ്പോൾ ഈയിടെ അവർ പറയുന്നത് കേട്ടു, അതായത് വളരെ സന്തോഷമായി. FCRA വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്നാ ക്രിസ്ത്യാനിയെല്ലാം ഒതുക്കി, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ഘട്ടം വരാൻ പോകുന്നത്, അതായത് ഇവിടെ മെത്രാന്മാരെ RSSകാർ പറയുന്നവർ വേണം നിയമിക്കാൻ എന്ന നിലയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല ആവേശവും പ്രസംഗിക്കുന്നത് കേട്ടു. മനസ്സിലിരിപ്പായത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയുടെ സാർവത്രിക സഭയും മാർപ്പാപ്പുമായിട്ട് ബന്ധമുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മെത്രാന്മാരെ തിരഞ്ഞെടുക്കാനും നിയമിക്കാനുള്ള അധികാരം ഇവിടെ തന്നെയുണ്ട്, സെനഡിലുണ്ട്. അതിനൊരു അംഗീകാരം നൽകാമെന്ന് മാത്രമേ പാപ്പാവ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് ആരും ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട. എല്ലാ തലങ്ങളും അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആ സ്വത്വബോധം ഉണർത്തിയെടുക്കേണ്ടതുണ്ട്. ചുമ്മാ വെറുതെ മലർന്നു കിടന്ന് തുപ്പുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. തമ്പുരാൻ നമ്മളെ സംരക്ഷിച്ച് ഇവിടെ കൊണ്ട് എത്തിച്ചിട്ട് ഇത്രയും നൂറ്റാണ്ടുകളിലൂടെ വിശ്വാസം സംരക്ഷിച്ച് പോകുന്നില്ലേ? എത്രയോ നൂറ്റാണ്ടായി, എന്നിട്ട് സംരക്ഷിച്ച് പോകുന്നില്ലേ? ഇപ്പോൾ വത്തിക്കാൻ കഴിഞ്ഞപ്പോൾ എന്തൊരു വളർച്ചയാണ് സഭയ്ക്കുണ്ടായത്, എന്തെല്ലാം ഭയങ്കര വളർച്ചയുണ്ടായത്. അതായത് നമുക്ക് ഞാൻ പറഞ്ഞത് കേരളത്തിന് പുറത്തേക്ക് സുവിശേഷ പ്രകാരത്തിന് പോകാൻ അനുവാദമില്ലായിരുന്നിടത്താണ് നമുക്ക് ഡൽഹിയിൽ വരെയൊക്കെ രൂപതകളുണ്ടായത്. അല്ല, അവ ഇന്ത്യക്ക് പുറത്തേക്ക് രൂപതകളുണ്ടായി, ഓസ്ട്രേലിയയിലുണ്ടായി, കാനഡയിലുണ്ടായി, ബ്രിട്ടനിലുണ്ടായി. ഇതൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ദാനമാണ്. ആ സ്വത്വബോധം നമ്മുടെ മക്കൾ എവിടെ പോയാലും, കാനഡയിൽ പോയാലും ഓസ്ട്രേലിയയിൽ ചെന്നാലും അവൻ്റെ സ്വന്തം മാതൃസഭയുടെ ആരാധനക്രമത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയെന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു നേട്ടമാണെന്ന കാര്യം ഓർക്കണം. വലിയ നേട്ടമാണ്.
അതില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് പരിചിതമല്ലാത്ത ലത്തീൻ ക്രമത്തിൽ പോയി നോക്കി പോരുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ അപ്പോൾ അമേരിക്കയിൽ ചെന്നാലും കൊണ്ടില്ല. അപ്പോൾ ഞാനൊരിക്കലും കാലിഫോർണിയയിലെ ഒരു ദേവാലയത്തിൽ ഞായറാഴ്ച ബലിയർപ്പിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായത്, ഞായറാഴ്ച കുട്ടികൾ 10 മണിക്ക് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ ഭക്ഷണവും കൊടുത്തിട്ട് കുർബാന കഴിഞ്ഞിട്ട് പിള്ളേർ അവിടെ തന്നെ ഉണ്ട് പള്ളിക്ക് ചുറ്റും. അതിനുശേഷം ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 6 മണിയോടുകൂടി അവരവിടെ നിന്ന് പിരിയുള്ളൂ. കാരണം അവർ ആ ദിനം മുഴുവൻ അവരവിടെയാണ്. എന്ത് പറഞ്ഞാൽ അവരുടെ സ്വന്തം മാതൃസഭയുടെ ഇടവകയിലാണവർ. എന്തോ ഒരു ഭയങ്കര മ്യൂച്വൽ കോൺഫിഡൻസ്, എന്തൊരു ഭയങ്കരമായ ബന്ധങ്ങൾ. അപ്പോൾ ഒരിക്കൽ ഞാനങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ കുട്ടികൾ കളികളും ഖുർആനെല്ലാം കഴിഞ്ഞ് കണ്ടപ്പം ഒരു വലിയ പ്രായമുള്ള ആൾ വന്ന് എന്നോട് ചൂടായി ഭയങ്കരമായി. നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു ചോദിച്ചു. നമ്മൾ എന്ത് ജോലിയായി ചോദിക്കുന്നത്, എനിക്ക് പേടിയായിപ്പോയി. എന്തിനാ ഇങ്ങനെ ചോദിച്ചു? ഐ ഓൾസോ ഹാഡ് ചിൽഡ്രൻ, എനിക്ക് 3 മക്കളുണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ നിങ്ങളാരും ഇവിടെ ഇല്ലായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചേ? ഒരുവൻ എങ്ങാണ്ടിലേ പോയി ആഫ്രിക്കയിൽ കാര്യങ്ങൾ, വേറൊരുവന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടപ്പുണ്ട്, മറ്റൊരു ഗേ ആണെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. നിങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിന് ഈ പരിശീലനം കിട്ടില്ലായിരുന്നോ? ആ ചോദ്യം എന്തൊരു വാല്യൂ ഉള്ളതാണ്. പോലെയുള്ളവർ ഇതിനു വേണ്ടിയിട്ട് വാദിക്കുകയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ, അതിശക്തമായ രീതിയിൽ സിനഡിൽക്ക് സംസാരിച്ചപ്പോൾ അതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന കാര്യം നമുക്ക് മറന്നുപോകും. ഈ പിതാക്കന്മാർക്ക് ചെയ്ത വലിയ നന്മ. 85-ലെ എക്സ്ട്രാordinary സിനഡിലാണ് പടിയറ പിതാവും പൗത്രി പിതാവും കൂടി ഈ കാര്യം അതിശക്തമായ രീതിയിൽ ഉന്നയിക്കുകയും ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ അത് കൃത്യമായി ശ്രമിക്കുകയും ചെയ്തിട്ട് ആദ്യമായിട്ട് തന്നെ കല്യാൺ ഡയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അവിടെ നിന്ന് അങ്ങോട്ടുള്ള വളർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ മക്കൾക്ക് എത്രയോ വലിയ അനുഗ്രഹവും നന്മയുമാണ് സംഭവിച്ചത്. അതുകൊണ്ട് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ, തോമാസ് ലീഹയുടെ മക്കൾ ഏത് നിലയിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് നന്ദിപൂർവ്വം അനുസ്മരിക്കേണ്ട ഒരു ദിവസമാണ് ജൂലൈ 3 എന്ന് പറയും. എന്തെല്ലാം കാര്യങ്ങൾ നടന്നിരുന്ന ഇന്ത്യയിലുണ്ടായിരിക്കുന്ന സഭയുടെ ഏത് കാര്യം നിശ്ചയിക്കണമെങ്കിൽ അന്നുള്ള ഏക സംവിധാനവും സംഘടനയും CBCI ആണ്, കാത്തലിക് ബിഷപ്പ് ഓഫ് ഇന്ത്യ. പൗത്രിപിതാനെ പോലുള്ളവർ പറഞ്ഞോ, CBCI എന്ന് പറഞ്ഞ 3 വ്യക്തി സഭകളുടെ അതിൻ്റെ കോൺഫെഡറേഷൻ ആയിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഓരോ സഭയ്ക്ക് അതിൻ്റേതായ കോൺഫെഡറേഷൻ ഉണ്ടാകണം. ആദ്യം ഒരുപാട് എതിർപ്പുണ്ടായി അവസാനം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാണ് നമുക്ക് സിനഡുണ്ടായി. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സിനഡുണ്ട്. ലത്തീൻ സഭയ്ക്ക് അതിൻ്റേതായതുണ്ട്, സംവിധാനമുണ്ട്. മലങ്കര സഭയ്ക്ക് അതിൻ്റെ സിനഡുണ്ട്. ഇതൊക്കെ വന്നിരിക്കുന്ന വലിയ വളർച്ചകളെക്കുറിച്ചൊന്നും നമ്മൾ സാമാന്യഗതിയിൽ ഇപ്പോൾ അധികമൊന്നും ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഈ ഘട്ടങ്ങൾ പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ വന്നുപോയിട്ടുള്ള വലിയ നന്മകൾ, വലിയ രൂപാന്തരീകരണങ്ങൾ, അതോട് ചേർന്ന് വന്ന ആരാധനക്രമ നവോത്ഥാനത്തിൽ വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് അതുമാത്രം അതിൻ്റെ ഭിന്നതകൾ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് സഭയെ കരുതി വെച്ച് കാണിക്കുന്ന സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ ഇതൊക്കെ മാറിപ്പോവും, അതൊക്കെ മാറിപ്പോകേണ്ടതാണ്. എങ്കിൽ പോലും നമ്മൾ ആ ജൂലൈ 3 എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന കർത്താവ് നൽകിയ വലിയ കൃപയുള്ള ഒരു സമൂഹത്തിൻ്റെ അതിൻ്റെ പിമ്പിലെ അപ്പസ്തോലിൻ്റെ ആ വലിയ പൈതൃകത്തെ അനുസ്മരിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലിരിക്കുകയാണ്. അത് വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തകളൊക്കെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു കടമേറ്റൽ പരിപാടിയാകാതെ ആ ദിനത്തിൻ്റെ പ്രാധാന്യം പഠിക്കാനും സെമിനാറുകൾ കണ്ടെത്താനും കണ്ടക്ട് ചെയ്യാനൊക്കെ നമുക്ക് കഴിയേണ്ടതാണ്. നമുക്കൊരു മേജർ ആർച്ച് കിട്ടിയത് എങ്ങനെയാണ്? ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഓരോ ഉപതയ്ക്കും ഓരോ അധ്യക്ഷൻ, അവർക്കാകെ ബന്ധം മാർപ്പാപ്പായോട്, അല്ലാതെ ഒരു യൂണിഫൈഡ് ഇടപാടില്ലായിരുന്നു. അപ്പം അങ്ങനെയല്ല, നമുക്ക് സഭയ്ക്കൊരു തലവനുണ്ട്. സാർവത്രിക സഭയിൽ ചെന്നാൽ നമുക്ക് തലവന് സ്ഥാനമുണ്ട്. അതായത് മാർപ്പാപ്പയ്ക്ക് തുല്യമായ അധികാരമായി സഭയുടെ തലവനുള്ളത്. അതായത് മാർപ്പാപ്പ ഈ തുല്യന്മാരുടെ ഇടയിൽ പ്രധാനി എന്നുള്ളത് ആവശ്യത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കിട്ടിയതെന്താ? ഇതുപോലെ എന്തുമാത്രം പിതാക്കന്മാർ ക്ലേശം സഹിച്ച് തിയോളജിക്കലായിട്ട് വളർത്തി വന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടുവന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായി. ഇപ്പം സാർവത്രിക സഭയായ തോമസ് ക്രിസ്ത്യൻസ് ലോകം മുഴുവൻ എല്ലാ സഭക്കാർക്കും അറിയാം, കൃത്യമായിട്ട് അറിയാം. അന്നത് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ വന്ന് ഭവിച്ചത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക്. അപ്പോൾ തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല, അത് കെട്ടുകഥയാണെന്ന് പറയുന്ന ആൾക്കാരൊന്നും നമ്മൾ കേൾക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് വാദമാക്കാനും പോകേണ്ട കാര്യമില്ല. കർത്താവ് വന്നിട്ടില്ല, കർത്താവ് ഇവിടെ ജനിച്ചിട്ടില്ല, ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരില്ലേ എന്ന് പറയുന്നത്. തോമാസ് ലീഹ വന്നിട്ടില്ല. തോമാസ് ലീഹ വന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. തോമാസ് ലീഹയുടെ മക്കളാണ് അതിൻ്റെ തെളിവ്. സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസാണ് അതിൻ്റെ തെളിവ്. അതിന് വേറെങ്ങും പോയി നമ്മൾ വലിയ ചർച്ചയൊക്കെ നടത്തി അതിൻ്റെ പിന്നാലെ ഒരു ആളാകാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. തോമാസ് ലീഹ വന്നതിൻ്റെ തെളിവില്ല, രേഖകളില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും നമ്മൾ പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. ഏതായാലും ഒരു കബറിടം നമുക്കുള്ളത് ഇന്ത്യയിലാണ്. അപ്പോസ്തലന്മാർക്കെല്ലാം കബറിടം ഓരോ രാജ്യങ്ങളിലുണ്ടല്ലോ. തോമാസ് ലീഹയുടെ കബറിടം നമ്മുടെ മൈലാപ്പൂർ ചെന്നൈയിലുണ്ട്. ലോകത്ത് ഒരിടത്തും തോമാസ് ലീഹ കബറിടം ആരും അവകാശപ്പെട്ടിട്ടില്ല, വേറൊരിടത്തും. അപ്പോൾ അത് ഇവിടെ തന്നെയാണ് സംസ്കരിക്കപ്പെട്ടത്, ഒരു സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ
അപ്പോസ്തലന്മാർ എല്ലായിടത്തും പരിശുദ്ധാത്മാവിൽ വ്യാപൃതരായി പോകാനിടയായി. അങ്ങനെയാണ് മുസീരീസ് അല്ലെങ്കിൽ അന്ന് പറയുന്ന കൊടുങ്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അപ്പോൾ ഇറങ്ങാൻ ഇടയായത്. അവിടെ യൂത വാസമുണ്ടായിരുന്നു വേണം മനസ്സിലായി. അന്നത്തെ മലബാർ എന്ന് പറയുന്നത് ഇന്നത്തെ മലബാറല്ല. അന്ന് മലബാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളം മുഴുവൻ ഉൾക്കൊള്ളുന്നതിനേക്കാൾ വളരെ വിശാലമായ ഒരു ഏരിയയാണ് അന്ന് മലബാർ എന്ന് പറയും. ഇപ്പോൾ മുസീരീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊടുങ്കല്ലൂർ എന്ന് പറയുന്നത് വന്ന് ഇറങ്ങി. അതിനുശേഷം ആ പ്രദേശത്ത് തന്നെ BC തൊട്ട് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റുമായിട്ട്. യൂതന്മാർ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേർഷ്യയിൽ നിന്ന് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. BC തൊട്ട് വാണിജ്യ ബന്ധമുണ്ടായിരുന്ന സ്ഥലമാണത്. അപ്പോൾ യൂതന്മാരുടെ അറമായ ഭാഷ വാണിജ്യ ഭാഷയായിരുന്നു എന്നുള്ളത് ധാരാളം തെളിവുകൾ. വാണിജ്യ ഭാഷ അറമായ ഭാഷയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ യഹൂദന്മാർ ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ പിൻപിൽ ദൈവപരിപാലന കൂടിയുണ്ട്. ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു. അതായത് BC 587 അന്ന് ബാബിലോണിയുമായുള്ള ആ അടിമത്തവും വിപ്രവാസവും തുടർന്ന് പിന്നീട് തുടർച്ചയായ ഘട്ടങ്ങളെല്ലാം ഇവർ ലോകം മുഴുവൻ ചിതറിക്കാൻ ഇടയുണ്ടായി. പ്രത്യേകിച്ച് അവസാനം വളരെ കൃത്യമായിട്ട് എല്ലാ അടിമത്തങ്ങളും ചിതറി ലോകം മുഴുവൻ പോയി. സിറിയക്കാർ ആക്രമണം ഉണ്ടായപ്പോഴും ബാബിലോണിയൻകാർ ആക്രമണം ഉണ്ടായപ്പോഴും യവനന്മാരെ ആക്രമണം ഉണ്ടായപ്പോഴും ഒക്കെ ചിതറിക്കപ്പെട്ടു. അലക്സാണ്ടർ ചക്രയുടെ കാലത്ത് ചിതറിക്കപ്പെട്ടു. അതൊക്കെ പരിപാലനയല്ലേ അത് വാസ്തവത്തിൽ. ഇവർ ചിതറിക്കപ്പെട്ട് ലോകം മുഴുവൻ ഉണ്ടായത് കൊണ്ടാണ് സുവിശേഷം പെട്ടെന്ന് ലോകം മുഴുവൻ വ്യാപിക്കാൻ ഇടയായത്. കാരണം ഈ അപ്പസ്തോലന്മാർ ആദ്യം സ്വാഭാവികമായിട്ട് സ്വന്തം ജനത്തിൻ്റെ പക്കലേക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനൊരു പരിപാലനം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ താരതമ്യം ചെയ്ത് പറയാം, സിറമോഹ സഭയുടെ മക്കളൊന്നും ഇവിടെ ഇല്ല, എല്ലാ ലോകം മുഴുവനുമാണ്. അതിൻ്റെ പിൻപിൽ ഒരു ദൈവപരിപാലനം കാണേണ്ടതല്ലേ? സഭയിലെ വിശ്വാസം തീവ്രമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ലോകത്തിൽ വൈബ്രൻ്റായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. അതിനകത്ത് പരിശീലിക്കപ്പെടുന്ന നമ്മുടെ മക്കൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവർ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. അവരവിടെ സഭയിൽ ഒന്നിച്ചു കൂടും. അപ്പോൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ സഭയും വിശ്വാസം ക്ഷയിച്ചു വരുമ്പോൾ തോമസ് ക്രിസ്ത്യൻസ് പറഞ്ഞ വിഭാഗം അവിടെ കൃത്യമായ സുവിശേഷ പ്രൊഫഷനായിട്ട് മാറുന്ന ഒരു സാഹചര്യമല്ലേ ഈ പരിപാലനയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൂടി നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ ഇവിടെ തന്നിട്ട് തോമാസ് ലീഗ ഏതര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയും. ഏതര പള്ളികൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറവലങ്ങാട് പള്ളി പോലെ മറ്റു പള്ളികൾ പോലെ വലിയ പള്ളികളല്ല ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവ സമൂഹങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഏതര പള്ളിയിൽ എന്ന് പറയും. അത് ആ ക്രൈസ്തവ സമൂഹങ്ങളാണ് പള്ളിയെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഏതര പള്ളികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കൊടുങ്ങല്ലൂരാണ് ആ പ്രഥമമായിട്ടുള്ള സംഗതി. അത് ആദ്യത്തേത് കൊടുങ്ങല്ലൂരാണെങ്കിൽ അത് ചേര രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. തലസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ ക്രൈസ്തവ സമൂഹം പിന്നീട് അവിടെ നിന്നാണ് അങ്കമാലിയിലേക്കും വാഴക്കുളത്തേക്കും കൊരട്ടിയിലേക്കും കാഞ്ഞൂരിലേക്കും മയിലാറ്റൂരിലേക്കൊക്കെ വ്യാപിക്കാനിടയായത്. കൊടുങ്ങല്ലൂർ ഇന്നും കൊടുങ്ങല്ലൂരിൽ ശേഷിപ്പിരിക്കുന്ന ദേവാലയം ഇവിടെയുണ്ട്. നമുക്ക് തീർത്ഥാടന കേന്ദ്രമായി പോയി കാണാവുന്നതാണ്. അതാണ് ആദ്യത്തെ ഒരു പള്ളി എന്ന് പറയും. രണ്ടാമത്തേന്ന് പറയുന്നത് കൊല്ലത്താണ്. കൊല്ലം എന്ന് പറയുന്നത് വാസ്തവ സമുദ്ര തീരത്തുള്ള, അപ്പോൾ പലപ്പോഴും ഈ നദീതീരത്തുള്ളതൊക്കെ കടൽ തീരത്തൊക്കെ ഉള്ളതൊക്കെ കടലെടുത്ത് പോകുക സ്വാഭാവികമാണ്. ആദ്യ ഭാഗത്തുണ്ടായിരുന്നത് കടലെടുത്ത് പോയി കാണും. എങ്കിലും അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു ശതമാനം ക്രൈസ്തവ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. പോർട്ടുഗീസുകാർ വരുമ്പോൾ 2000-ഓളം ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. കാത്തലിക്സ് എന്ന് പറയും. സ്വാഭാവിക സെൻറ് തോമസ് ക്രിസ്ത്യൻസ് അല്ലാതെ ആരും വരില്ലല്ലോ. പോർട്ടുഗീസുകാർ വന്നതിന് ശേഷം അവരെ സംബന്ധിച്ച് അവർക്ക് സഭയെന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയായതുകൊണ്ട് ഇവരെല്ലാം ലത്തീനാക്കി. ഞാനൊരിക്കൽ അന്ന് കൊല്ലത്തെ മെത്രാനത്തിനായിരുന്നു സ്റ്റാൻലി റോമൻ പിതാവ് സംസാരിച്ചപ്പം പിതാവ് എങ്ങനെയാണ് സഭയുടെ എങ്ങനെയാണ് സജീവമായിട്ട് പോകുന്നു. അതാ പഴയ ക്രിസ്ത്യാനികളുള്ളിടത്തൊക്കെ നല്ല സജീവമല്ല. അതൊക്കെ കണക്കാണ്. എന്തെങ്കിലും എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കാം. ആരാ പഴയ ക്രിസ്ത്യാനികൾ? നേരത്തെ അവിടെ ഉണ്ടായ തോമസ് ക്രിസ്ത്യൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സഭയിൽ സാർവത്രിക സഭയിൽ എവിടെയായാലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പോലും മനസ്സിലാക്കുക, ഈ സഭ തോമസ് ലീഗ സ്ഥാപിച്ച സഭകൾ ഇവിടെ കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ പിന്നെ കൊല്ലം, പിന്നെ കാണുന്നത് നിലയ്ക്കലാണ്. നിലയ്ക്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ചായയിലെന്നും പറയും, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. അത് അവിടെ ഒരു അന്നത്തെ കാലത്തൊരു സിറ്റി ആയിരുന്നു. ശബരിമലയിലൂടെ തമിഴ്നാട്ടിലേക്കുള്ള വലിയ വീഥികളൊക്കെ യാത്രാ വീഥികളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അവിടെ നിന്നാണ് ആൾക്കാർ പ്രത്യേക സാഹചര്യം കാഞ്ഞിരപ്പള്ളി, റാന്നി, തുമ്പമൺ, വടശ്ശേരിക്കര, എരുമേലി എന്നീ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനിടയായി. അതുകൊണ്ട് അവരുടെ റൂട്ട് വഴിയാണ്. അപ്പോൾ അപ്പസ്തോലൻ സ്ഥാപിച്ച സഭകളിൽ നിന്നുള്ള വ്യാപനങ്ങളാണ് ഇങ്ങനെ സ്ഥലങ്ങൾ. ഇപ്പോൾ വളരെ ശക്തമായ സഭാ സമൂഹങ്ങളാണ് നമുക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. പിന്നീട് നാം കാണുന്നത് കോക്കമംഗലമാണ്. ആ കോക്കമംഗലം എന്ന് പറയുന്നത് ആലപ്പി ഡിസ്ട്രിക്റ്റിലാണ്. അത് വേറൊന്നാണ്. ചേർത്തലയ്ക്ക് അടുത്തുള്ള പള്ളിപ്പുറത്തിന് സമീപമാണിത്. ഇവിടങ്ങളിലെല്ലാം സ്ലീഹ നിശ്ചിത കാലത്ത് താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. കോക്കമംഗലത്ത് നിന്നാണ് ആൾക്കാർ മുട്ടം, പള്ളിപ്പുറം, ചേർത്തല എന്നീ ഭാഗങ്ങൾക്ക് വ്യാപിച്ചു. അവിടെയൊക്കെ സഭയെന്ന് വളരെ സജീവമാണ് നമുക്കറിയാം. കോക്കമംഗലം കഴിഞ്ഞാൽ തോമസ് ലീഗ സ്ഥാപിച്ച സഭയെന്ന് പറയുന്നത് കോട്ടക്കാവാണ്. അതായത് വടക്കൻ പറവൂരാണ്.
അതായത് പട്ടമന എന്ന് പറയുന്നുണ്ട്, പറവൂർ എന്നും പറയുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തിന് വിധേയമായിട്ടൊരു വിഭാഗമാണ് ഇവിടെ, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ അവിടെയാണിപ്പോൾ അന്ന് ഇപ്പോഴും അത് വളരെ മനോഹരമായിട്ടുള്ള ദേവാലയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് നാം പറയുന്നത് 6ാമത്തെ പള്ളി എന്ന് പറയുന്നത് പാലിയൂരാണ്. പാലിയൂർ എന്ന് പറഞ്ഞാൽ പൊന്നാനി താലൂക്കിനാണ്, ചാവക്കാടിനടുത്ത്. അവിടെയുള്ള പ്രദേശം ഒരു ജൂത സെൻട്രൽ ജൂത സമൂഹം അവിടെ ഉണ്ടായത്. അതുകൊണ്ട് അവിടെ ചില പ്രദേശങ്ങൾ യൂതാക്കുന്ന്, യൂതാക്കുളം ഒക്കെ ഇന്നും പറയാറുണ്ട്. അവിടെ നിന്നാണ് ആളുകൾ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്, അവർ ഓർത്തഡോക്സ് സഭയുടെ വലിയ ഒരു സെൻറ് തോമസ് തീർത്ഥാടന കേന്ദ്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എവിടെയാണ്? അത് നിരണത്താണ്. പാലിയൂർ കഴിഞ്ഞാൽ പിന്നെ നിരണമാണ്. അപ്പോൾ അങ്ങനെ 7 പള്ളിയോട് ചേർന്ന് അരപ്പള്ളി എന്ന് പറയാറ്. അപ്പോൾ അതൊന്ന് അരപ്പള്ളി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പക്ഷേ തോമാസ്കയുടെ കാലത്ത് അവിടെ ഒരു കുരിശടിയായിരുന്നു, ആയിരിക്കും, വലിയ പള്ളി അല്ലായിരുന്നു. അല്ലെങ്കിലും അരജൻ എന്ന് പറഞ്ഞാൽ രാജാവെന്നൊരു അർത്ഥം. അപ്പോൾ ആ രാജാവ് സമ്മാനിച്ച ഒരു പള്ളി എന്ന നിലയിലായിരിക്കും ഒരു അരപ്പള്ളി എന്ന് പറയാൻ ഇടയായിരുന്നു. എന്തായാലും ഇത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലെ തിരുവിതാംകോട് എന്ന സ്ഥലത്ത്, പത്മനാപുരത്ത് നിന്ന് അധികം അകലെയല്ലാതെ. അത് ആദ്യകാലത്ത് പണ്ട് തിരുവിതാംകൂർ രാജ്യം നിലനിന്നിട്ടും തിരുവിതാംകൂർ രാജ്യത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഇന്നും. അപ്പോൾ അര എന്നത് ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ അത് റോയലായിട്ടുള്ള ഒരു സമ്മാനമായിരുന്നിരിക്കുക പള്ളി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും രാജാവ് സമ്മാനം എന്തായാലും ശരി, ഊർജ്ജസ്വലനായ ഒരു അപ്പസ്തോലൻ്റെ മക്കൾ ആണ് നമ്മൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോഴും ഓർമ്മ വേണ്ട. ഊർജ്ജസ്വലനായ അപ്പസ്തോലൻ. അപ്പം പലപ്പോഴും പാശ്ചാത്യ എഴുത്തുകാർക്ക് ഡൗട്ടിങ് തോമസ് എന്നാണ് പറയാം, സംശയിക്കുന്ന തോമ. അതിൻ്റെ കാര്യം നമുക്ക് പിന്നീട് തിയോളജിക്കലായിട്ട് പറയേണ്ട, അപ്പോൾ അതൊക്കെ പറയാൻ നമുക്ക് സമയമില്ല. ഏതായാലും അവരെന്തായാലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഊർജ്ജസ്വലനായ ഒരപ്പസ്തോലൻ, കിഴക്കിൻ്റെ എല്ലാം പ്രബോധകൻ, മാർ അദ്ദായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. ഡിസംബർ 21 AD 72 രക്തസാക്ഷിയായി മൈലാപ്പൂരിൽ. ആംഗ്ലിക്കൻ സഭ ഇപ്പോഴും ഡിസംബർ 21 തിരുനാൾ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ പൗരസ്ത്യ സഭകളിലെല്ലാം ജൂലൈ 3. അപ്പോൾ ചില സഭകളിൽ പുതുഞായറാഴ്ച തന്നെ തിരുനാളായിട്ട് ആചരിക്കുന്നുണ്ട്. എന്തായാലും ശരി, തോമസ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം നമുക്കറിയാതെ ഇരട്ടകൾ എന്നാണ്. യൂദാസ് തോമസ് എന്ന് പറയാറുണ്ട്, ദീദിമോസ് എന്ന് പറയാറുണ്ട്, മത്തോമ എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും എദേസായിലെ സഭയും സ്ഥാപിച്ച സഭയാണ്. അവിടുന്നാണ് ഒർത്തോണ, ഇറ്റലിയിലെ ഒർത്തോണ. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ അപ്പസ്തോലിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലാണ്. വളരെ കൃത്യമായിട്ട് 3 സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് പറയുന്നു. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം എന്ന് പറയുന്ന യോഹന്നാൻ 11:16. പശ്ചാത്തലം നമുക്ക് നന്നായിട്ടറിയാം. ലാസർ മരിച്ചു, കർത്താവ് ഉടനെ പോയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പം നമുക്കങ്ങ് പൊക്കളാന്ന് പറയാം. അയ്യോ, സമറിയാക്കാർ ശത്രുക്കളായിരിക്കുകയാണ്, അതിലൂടെ പോയാൽ എന്ത് ചെയ്യും, അവർ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലും എന്നൊക്കെ പറയും. മറ്റുള്ളവരൊക്കെ ഭയങ്കരമായ രീതിയിൽ പേടിപ്പിച്ചപ്പോൾ അപ്പസ്തോലൻ ധൈര്യമായിട്ട് പറഞ്ഞു, നമുക്കും പോകാം, അവൻ്റെ കൂടെ പോയി മരിക്കുക എന്നാണ് പറയുന്നത്. ഇതാണ് ഊർജ്ജസ്വലത എന്ന് പറയുന്ന സംഗതി. സ്ഥിരമായ വ്യക്തി, രക്തസാക്ഷി. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ 11-16 വാക്യങ്ങൾ, ആ ഭാഗത്തുള്ള ആ ആവിഷ്കാരം നമുക്ക് ഉണർവ് നൽകുന്നതാണ്, ശക്തി നൽകുന്നതാണ്, ചൈതന്യം നൽകുന്നതാണ്. നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം. പിന്നീട് നാം പറഞ്ഞ യോഹന്നാൻ 14:1 അധ്യായങ്ങളിൽ 2ാമത്തെ ഭാഗം വരുന്നത് എവിടെയാണ്? അപ്പോൾ ഈശോ ശിഷ്യന്മാരെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് തൻ്റെ പീഡാനുഭവം അതിന് നടക്കത്തൊട്ട് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ അസ്വസ്ഥമാകേണ്ട, ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ പാറയ്ക്കകത്ത് വരും, പരിശുദ്ധാത്മാവ് വരും, നിങ്ങളെ ധൈര്യപ്പെടുത്തും എന്നെല്ലാം പറയുന്നത്. ഞാൻ പോകുന്നു, എൻ്റെ വഴി അറിയുന്നു പറയാം. ഉടനെ നല്ല ഒന്നാന്തരം ബുദ്ധിരാക്ഷസനായ തോമാതിരി ഉടനെ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, നീ എങ്ങോട്ടായി പോകുന്നത്? പിന്നെ ഞങ്ങളെങ്ങനെയാണ് വഴി അറിയുന്നത്? അതുകൊണ്ട് കൃത്യമായിട്ട് യുക്തിസഹമായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു പിതാവാണ് തോമാസ് ലീഹ. അതുകൊണ്ട് എന്ത് കിട്ടി? നമുക്ക് സുന്ദരമായ ബൃഹത് ആയ ദൈവവചനം കിട്ടി. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. തോമാസ് ലീഹ കാരണം കിട്ടിയതാണിത്. അപ്പോൾ എന്തുമാത്രം നമ്മൾ ആ 3 കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും. കർത്താവ് വഴിയാണ്, കർത്താവ് ജീവനാണ്, കർത്താവ് സത്യമാണ്. തോമാസ് ലീഹ മൂലം കിട്ടിയ ഏറ്റവും വലിയ ഒരു അമൂല്യമായ ദാനമാണ്. അപ്പം അതുകൊണ്ട് യോഹന്നാൻ്റെ 14 അധ്യായത്തിൻ്റെ 1 ഭാഗങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. പിന്നീട് യോഹന്നാൻ ലീഹ പറയുന്നത് യോഹന്നാൻ 20, 25, 29 അത് നമുക്ക് എല്ലാവരും പാശ്ചാത്യ എഴുത്തുകാർക്ക് എടുത്തപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്ന അവിടെയാണ്. ആദ്യത്തെ അപ്പസ്തോലന്മാർ ഭയപ്പെട്ട്, യഹൂദന്മാരെ ഭയപ്പെട്ട് അവിടെ പ്രാർത്ഥനയിൽ നിരന്നിരുന്ന അവസരത്തിൽ കതക് തുറക്കാതെ കർത്താവ് കടന്നു ചെന്നു. അപ്പോൾ കർത്താവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞു, അവരുമേൽ വിശ്വസിച്ചു എന്നെല്ലാം പറഞ്ഞ് കർത്താവ് എനിക്ക് അധികാരം, പിതാവിൻ്റെ അധികാരം നൽകിയത്. അപ്പോൾ എന്നൊക്കെ പറയുമ്പോഴൊക്കെ തോമാസിന് അവിടെ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇല്ലായിരുന്നത്? സ്വാഭാവികമായിട്ട് ഇല്ലാതിരുന്നത് അദ്ദേഹത്തിന് മാത്രമേ പേടിയില്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. ഭയപ്പെട്ട് കഥകടച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ
ഈ പുറത്തോട്ട് നടക്കുന്ന പേടിയുണ്ടോ? അപ്പോൾ പേടിയില്ലാത്തൊരു അപ്പസ്തോലനാണ്. വീട്ടിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും മേടിക്കാൻ പോയതായിരിക്കും. അതാണ് ഭയമില്ലാതെ വേണം. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നതിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പോയതാണ്. തിരിച്ചു വന്നപ്പം പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പം അദ്ദേഹം പറയാം എന്തൊരു വിഷമം ഉണ്ടാകാതിരിക്കുമോ? അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് പറയുന്നവന് ഇല്ലാത്ത അവസരം വന്നെന്ന് പറയുമ്പം ശടിച്ചു. ഇല്ല, എൻ്റെ കർത്താവിന് നേരിൽ കാണുകയും ആ തിരുവിലാലി മുറിവ് എൻ്റെ വിരലിടുകയും വിരലിടാതൊന്നും പോയി ഒന്നുമില്ല. അതിങ്ങനെ പല പ്രതിമകളിലൊക്കെ അങ്ങനെ വിരലിട്ട് നോക്കുന്നതാണ് കാണിച്ചത്. വേദപുസ്തകത്തിൽ അങ്ങനെ ഇല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ ആളിന് വേണ്ടി തന്നെ ചെന്ന് നന്നായി നീ വാ, നിൻ്റെ ചെറുവിൽ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഉടൻ തന്നെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നൊരു ഭയങ്കര വിശ്വാസ പ്രഖ്യാപനം. അത് മൈ ലോഡ് മൈ ഗോഡ്. അത് എന്നതാണ്? ആ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് യാവയാണ് ഈ ഗോഡ് എന്ന് പറയുന്നത്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയുന്നത്. എന്നാൽ വെളിപാടിൻ്റെ ദൈവത്തെ മുഴുവൻ സമന്വയിപ്പിച്ചിരിക്കുന്ന ഒന്നാംതരമായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപന ഫോർമുലയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയും. അപ്പോൾ ഉടനെ സാഷ്ടാംഗ പ്രമാണം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു കർത്താവ് എന്ന് പറയുന്നത് അവിശ്വാസിയാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ കർത്താവ് വാത്സല്യപൂർവ്വം നൽകുന്ന ഒരു മനോഹരമായ ഒരു നിർദ്ദേശമാണ്. എന്നിട്ട് പറഞ്ഞു നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കേണ്ടവരായി ഇനിയുള്ളവർ. ശരിയല്ലേ? നീ കണ്ടു, അതുകൊണ്ടല്ലേ അപ്പസ്തോലൻ പറഞ്ഞു ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ രുചിച്ചറിഞ്ഞതുമായ സത്യ പ്രഘോഷണം പറയാൻ കാര്യം. നീ കണ്ടത് അതായത് അപ്പസ്തോലനായി. നീ കണ്ടതുകൊണ്ട് നീ അപ്പസ്തോലനായി. പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിൻ്റെ പിൻ തലമുറ വരാനിരിക്കുന്നവർ നിന്നേക്കാളും ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത് അത് താഴ്ത്തിക്കേട്ടിതൊന്നുമല്ല. അത് പരമമായൊരു സത്യം നമ്മളെക്കുറിച്ച് കർത്താവ് മുൻകൂട്ടി പറഞ്ഞാൽ നമ്മൾ അപ്പസ്തോലന് സമാനമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുക ഭാഗ്യവാന്മാരായിരിക്കും. നമ്മളിവിടെ സമാപിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ജൂലൈ 3 മംഗളങ്ങൾ എല്ലാവർക്കും കൃത്യമായി ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിസ്താമം സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.